ഹാപ്പി ക്രിസ്മസ്. ചെറിയ വ്ളോഗ് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഞാനല്ല. അപ്പൊ കേസ് എല്ലാ വർഷം പോലെ ഈ വർഷം 2-3-4 ഇവിടെ കുറവുണ്ട്. പിന്നെ ഇന്നത്തെ ആളുകളെ പരിചയപ്പെടാം. ഈ ഫേസ് നിങ്ങൾ ഇരിക്കുമ്പോൾ കണ്ടുണ്ട്, ഇതുവരെ കാണുന്നുണ്ട്. ഇത് പിന്നെ 2 ടീംമാർ. ഒരാളെ ബിസിയാണ് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ വത്തിക്കാൻ കാര്യങ്ങൾ. ഇതാണ് പുതിയ 2 ഫേസുകൾ. 2 പേരുടെ കുറവുള്ളത് ഇവർ നികത്തിയിരിക്കുന്നു. ഒന്ന് അലീസിയും മരിയയും. ഞങ്ങൾ ലാസ്റ്റ് മെട്രോ എടുക്കാനായിട്ട് തയ്യാറെടുപ്പാണ്. അവിടുത്തെ തണുപ്പില്ല, എന്നിട്ട് അവൻ മൂടിപ്പോയിച്ചു നോക്കാം. ഒരാളില്ലല്ലോ അവിടെ പോയി. ഗേസ് ഒട്ടും തണുപ്പില്ല ഗേസ്, എല്ലാവരും മൂടിപ്പോയിച്ചു നോക്കാം. ഒട്ടും തണുപ്പില്ല. പക്ഷെ എന്താ മിലാൻ വെച്ച് നോക്കുമ്പോൾ ഇത് ബെസ്റ്റാണ്. ഇങ്ങനെ നടന്ന് എന്താ ഇവരവിടെ ഫോട്ടോ എടുക്കണ ഇതില്ല എല്ലാവർക്കും. ന്യൂ ഇയറിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. പക്ഷെ കാര്യമുണ്ട്, തലയിൽ ഇരുമ്പ് വെച്ചിട്ട് നടക്കണം കേട്ടോ. മേലേന്ന് കുപ്പികളൊക്കെ ന്യൂ ഇയറിന് ഡേഞ്ചർ അവിടെ. ഇല്ല, കാര്യം പറഞ്ഞ നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ ഡേഞ്ചറായി. ന്യൂ ഇയറിൻ്റെ പടക്കമൊക്കെ വന്ന വരവ് എഴുതടിക്കുന്ന ഡേഞ്ചറാ. അബി സിനിസ്ത്ര. ഒരാള് കിളിമായ ഇരിക്കുന്നതല്ലേ. ആരാണ്? എന്ത് പറ്റി കുട്ടി? തണുപ്പുണ്ടാ? അത് ചൂടാ? ചൂട്. അങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് സ്ഥലം ഇത് സിഗരറ്റ് എടുക്കുന്ന സ്ഥലമാണ്. സിഗരറ്റ്, കഞ്ചാവ്, എന്തുകൊണ്ട് ഇവിടെ നിന്നുള്ളിൽ നിന്ന് കിട്ടും. ലീഗിലാണ്. മിഷേലിൽ ഓൺലൈനിലിട്ട് എടുക്കാം. ഇത് ഇവിടെ ചെറിയ കേക്ക് മുറിയാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള 2 ആളുകളാണ് ഇത് മുറിക്കുന്നത്. കൈയും കാലൊക്കെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എടാ അതുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. എന്നാൽ ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടുള്ളൂ. അബി എടാ അബി, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കും. ബാക്ക്ഗ്രൗണ്ട് അത് കിട്ടണേ. അവിടെ ലൈറ്റ് നോക്ക്. നീ എന്ത് ക്യാമറ ആണടേ? അടിപൊളി അടിപൊളി. വീഡിയോ അല്ല വേണ്ട, വീഡിയോ എനിക്ക് മാത്രം ആവശ്യപ്പെട്ടതാ. ഞാൻ കവറ് കളയുന്നുണ്ടാ, കാര്യം പിടിച്ച് താഴേക്കിടും. ഹാപ്പി ക്രിസ്മസ് ടു യു. ഹാപ്പി ബർത്ത്ഡേ ജർമ്മനി.
ആ എടി ജർമ്മനിയിൽ എന്തൊരു ക്രിസ്മസ് എന്ന് പറയാ വൈന ഏത് വൈ ഇതൊക്കെ യൂട്യൂബിൽ കയറതാ പൊക്കിടും ക്യാമറമാൻ അബിനോ ക്യാമറമാൻ റൺസോ പുള്ളൻ അബിനോ ഭാര്യ ജർമ്മൻ ഇൻകമിങ്. ആ വെള്ളത്തിൽ കാണുന്നത് ഫോട്ടോ എടുക്കും. നിങ്ങൾ കാണുന്നുള്ളൂ കഴിക്കുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് ക്രിസ്മസ് കേട്ടോ. അപ്പൊ നിങ്ങളെന്താ പറയാഞ്ഞത്? അപ്പൊ ഞങ്ങളിത് വത്തിക്കാൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. ലൈറ്റിങ് കാര്യങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കൽ തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. ഒരുത്തൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കണു തണുത്ത് വരച്ച്. ടോട്ടൽ 2 ഉള്ളോ? ജാക്ക് കൂടാതെ ഇപ്പം നമ്മൾ വത്തിക്കാന്ന് നേരെ കസ്തറാത്തിലേക്ക് വിട്ടു. ഇത് കസ്തറാത്ത് പുള്ളിക്കാരുടെ കൊട്ടാരം. ഇഷ്ടം നാട്ടിലൊക്കെ പഠിക്കാണ്ട് ലോക പ്രസിദ്ധമായ ഒരു വ്യക്തിയാണ് ഈ കസ്റ്റലാഞ്ചറോ എന്ന് പറയുന്ന വ്യക്തി. ഈ വത്തിക്കാൻ സിറ്റിയുടെ നേരെ ഇത് വത്തിക്കാനാണെങ്കിൽ അതിൻ്റെ കൃത്യം നേരെ ഓപ്പോസിറ്റ് കസ്തലാഞ്ചറോ. അതാണ് സ്പാനിഷ് സ്റ്റെപ്പ്. അനക്കത് സിമ്പിൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നടക്കാം. ഇനി ഇവിടെ നിൽക്കണ്ട. പാവം കൊച്ചിനൊക്കെ എടുത്തിറക്കിയിട്ട് അവര് നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നു. പാവം കൊച്ച്. പക്ഷെ ഇവിടുത്തെ ലൈറ്റിന് സുഖമായിരുന്നു. ഈ നമുക്ക് അവിടെ ഓടിക്കാം. വണ്ടി 1-2 ഉണ്ടെന്നുള്ളോ? അവിടെ സ്പാനിഷ് സ്റ്റെപ്പ് ഉണ്ടപ്പോ. ഫ്രണ്ട്ഷിപ്പ് അതാണല്ലേ? ആ അതല്ലേ ഞാൻ പറഞ്ഞേ. വീഡിയോ ഇവിടെ ഓണാ. എപ്പോഴാ ഓണാ? യൂട്യൂബിൽ മാത്രം വരുള്ളൂ. ഫ്രണ്ട് പൊക്ക് ബാക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക. അപ്പൊ പൊന്തും. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്. സെറ്റ് നെക്സ്റ്റ്. ഇനി അടുത്താള് ഇൻഡിക്കേറ്റർ. പാർക്ക് ശരിക്കും പാർക്ക് ചെയ്യണം കേട്ടോ. വണ്ടി ശരിക്കും പാർക്ക് ചെയ്യണേ. കാലോട്ട്
കഴിഞ്ഞിട്ട് സ്പീഡായി കഴിയുമ്പോൾ ഇതാക്കിയാലേ വർക്കാവുള്ളൂ. അതിന് മുന്നാക്കി നീ വർക്കാവില്ല. അത് കൈ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യും. കുറച്ചുകൂടി ഉന്തണം, അത്രയും പോരാ. 2 വട്ടം 3 വട്ടം ഉണ്ട്. ആ കൊടുക്ക്. കുറച്ചധികം ഉന്തണം. ഇതിന് കുറച്ച് പ്രശ്നമുണ്ട്. അതാ സ്ലോ ആക്കിയാൽ മതി, നിർത്തണ്ട. സ്പീഡ് നീ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് ആൻഡ് ദിവ്യ അങ്ങോട്ട് നടക്കണ്ട കേട്ടാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിലെല്ലാം ഉണ്ട് ഫസ്റ്റ് തൊട്ട് അവസരം വരെ. പിന്നെ വേറെ വീഡിയോ എടുത്തിട്ടാ പോരെ. അങ്ങനെയൊന്നും പോകുന്നില്ല. ഇട്ടോ ട്രൈ ചെയ്. ചുമ്മാ പോയിക്കോ. വീഡിയോയിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. നമ്മുടെ ഡ്രൈവിംഗ് പഠിച്ച പോലെ ഇതും ക്ലച്ച് പിടിച്ച് കയറിയല്ലോ. അങ്ങനെ ഞങ്ങള് 2 സ്ഥലം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അതിന് 3-ാമത്തെ സ്ഥലത്തേക്ക് 5 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സ്പാനിഷ് സ്റ്റെപ്പ് എന്നുണ്ട് സൗണ്ട്. വഴിക്ക് പോകുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. ഓക്കെ, വെറൈറ്റി യൂട്യൂബിൽ ഇടണ്ടേ. വണ്ടികളൊന്നും ഇല്ല, എന്നാലും മറ്റേ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. മറ്റേ എന്താ പറയാ, ഫോട്ടോഗ്രാഫർ അങ്ങനെ ഇതിൻ്റെ ഒരു ഫൊന്താന ത്രേവി എന്നാണ് നമ്മൾ കഥയെന്ന് വെച്ചാൽ, നമ്മൾ കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് തിരിഞ്ഞു നിന്ന് വെള്ളത്തിലേക്ക് കൊഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആകെ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. ആ പെണ്ണിൻ്റെ ഇതുണ്ട് തണുപ്പത്ത് അതുപോലെ ഇതിട്ട് ആ ഡ്രസ്സിങ്, അതാണ് വെറൈറ്റി. നമ്മളെ പെണ്ണിൻ്റെ ഇഷ്ടംപോലെ കോയിൻസ. ഇത് ഫുള്ളും ഈ കാണുന്ന എല്ലാം കോയിൻസ് കേട്ടോ. ഇത് ഫുള്ളിലും കിടക്കണ്ടല്ലേ. ഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ ഞാൻ അടിയിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നെ. എൻ്റെ ഫോൺ വാട്ടർ പ്രൂഫ് അല്ല. ഇന്ന് ഈ കാണുന്നതിന് പൈസ അല്ലേ. ഇപ്പോൾ
ഓക്കെ, അങ്ങനെയാണ് ലാസ്റ്റ് ഫിനിഷ് പോയിന്റ് കൊളോസിയം. കൊളോസിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നിരിക്കും. ലാസ്റ്റ് സ്പോട്ട് കേട്ടോ ഇത്. ഇനി ഇവിടെ നേരെ വീടുള്ള സമയം 4 മണി കഴിഞ്ഞിരിക്കുക. 4 മണി. ഇനി നേരെ വീട്ടിലോട്ട് എല്ലാവരും ടയേർഡായി. ഓക്കെ, ഞങ്ങൾ തിരിച്ച് സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചിവിടെത്തി. എല്ലാവരും ഫുൾ വൈബിലാണ് എല്ലാവരും. രണ്ടാമതും പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ മാത്രം മരിക്കും. ഈ 2 പുതുമുഖങ്ങൾ ഇനി